ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീകൃഷ്ണ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ചർച്ച എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥനയും കഠിനാധ്വാനവും കൊണ്ട് വിജയത്തിലേക്ക് എത്താനുള്ള യഥാർത്ഥ വഴി എങ്ങനെ എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ജീവിതത്തിൽ വിജയിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്രാർത്ഥന മാത്രം മതിയോ അതോ കഠിനാധ്വാനം മാത്രം മതിയോ എന്നുള്ളത്. പക്ഷേ പ്രാർത്ഥനയും വേണം, കഠിനാധ്വാനവും വേണം. ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ കർത്തവ്യം ആത്മാർത്ഥമായി ചെയ്യുക എന്നതാണ്. ഫലത്തെക്കുറിച്ചുള്ള അമിതമായ ആശങ്ക ഒഴിവാക്കി ആത്മവിശ്വാസത്തോടെയും സമർപ്പണത്തോടെയും പ്രവർത്തിക്കണം. പ്രാർത്ഥന നമ്മുടെ മനസ്സിന് ശക്തി നൽകുന്നു. പ്രതിസന്ധികളിൽ പ്രതീക്ഷയും സമാധാനവും നൽകുന്നു. എന്നാൽ പ്രാർത്ഥനയ്ക്കൊപ്പം പ്രവൃത്തിയും ഉണ്ടാകണം. വിത്ത് വിതയ്ക്കാതെ നല്ല വിളവ് പ്രതീക്ഷിക്കാനാവില്ല. അപ്പോൾ നമ്മൾ ഒരു കൃഷി ചെയ്യുമ്പോൾ കൃഷിസ്ഥലമുണ്ട്, നല്ല പശിമയുള്ള നല്ല മണ്ണാണ്, എല്ലാ വെള്ളം വളം എല്ലാം നല്ല കൃഷിസ്ഥലം എല്ലാം വെയിൽ കൊള്ളുന്നുണ്ട്, അന്തരീക്ഷം നല്ലതാണ്. ഒരു കൃഷി ചെയ്യാൻ പറ്റിയൊരു സ്ഥലം മാത്രം നമ്മുടെ കയ്യിലുണ്ടായിട്ട് കാര്യമില്ല. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? പണിയെടുക്കണം. അവിടെ ചെയ്യേണ്ട സമയങ്ങളിൽ, കൃഷി ഇറക്കേണ്ട സമയങ്ങളിൽ നമ്മൾ പോയി അവിടെ കിളച്ച് വൃത്തിയാക്കി വിത്ത് വിതച്ച് അതിന് വേണ്ടുന്ന എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുത്താൽ മാത്രമാണ്, അതിൻ്റേതായ സമയം കൊടുത്താൽ മാത്രമാണ് നമുക്ക് ആ കൃഷി വിളവെടുക്കാൻ സാധിക്കുക. അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയും കഠിനാധ്വാനവും പറഞ്ഞത്. അപ്പോൾ കഠിനാധ്വാനം ഇല്ലാതെ പ്രാർത്ഥന കൊണ്ട് മാത്രം നമുക്ക് ഒരു കാര്യവും നേടാൻ പറ്റില്ല. ഭഗവാൻ ഒരു കാര്യവും നമുക്ക് നേരിട്ട് വന്നിട്ട് ചെയ്തു തരില്ല. പ്രാർത്ഥന ഇല്ലാത്ത കഠിനാധ്വാനം ചിലപ്പോൾ നമ്മളെ തളർത്തും, മനസ്സിനെയും ശരീരത്തെയും തളർത്തും. രണ്ടും ഒരുമിക്കുമ്പോഴാണ്, പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരുമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ അനുഭവപ്പെടുക. അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോവാൻ കഴിയുക. എല്ലാ ദിവസവും നിങ്ങളുടെ ജോലി ആത്മാർത്ഥമായി ചെയ്യുക. നിങ്ങളുടെ പരിശ്രമം പാഴാകില്ല. ശരിയായ സമയത്ത് അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. കൂട്ടുകാരെ, അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രാർത്ഥിച്ചെ കൊണ്ട് മാത്രം എല്ലാവരും രാവിലെ എണീച്ച് കുളിച്ച് വിളക്ക് കൊളുത്തി കൃഷ്ണ ഭഗവാന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭഗവാന് മാലയൊക്കെ ധരിച്ച് നല്ല അലങ്കരിച്ച് നാമങ്ങളൊക്കെ ചൊല്ലിയിരുന്നത് കൊണ്ട് മാത്രം നമ്മളുടെ കാര്യങ്ങൾ നടക്കില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ കർമ്മം എന്താണോ, നമ്മുടെ കഴിവെന്താണോ, നമ്മളത് ചെയ്യണം. ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ആ കർമ്മം ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒരു വിളക്ക്, ഒരു നിലവിളക്ക് കഴുകാതെ കുറേ കാലം എടുത്തു വെച്ചാൽ അത് കറുത്ത് ക്ലാവ് പിടിച്ച് ഇരുണ്ട് തുരുമ്പ് പോലെ ആയിപ്പോവും. അതേ സ്ഥാനത്ത് ഒരു വിളക്കിനെ എടുത്ത് നമ്മൾ ദിവസവും കഴുകിയാൽ അതിൻ്റെ തിളക്കം കൂടും, സ്വർണം മാതിരി തിളങ്ങും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പ്രാർത്ഥനയിലൂടെ മുന്നേറ്റം ഉണ്ടാവും. അത് നമ്മുടെ കർമ്മം പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവരും മടി പിടിച്ചിരിക്കാതെ നല്ല കുട്ടികളായിട്ട് അവരവരുടെ കർമ്മം ഇന്ന് തന്നെ തുടങ്ങുക, കൂടെ പ്രാർത്ഥനയും. നമസ്കാരം. ഒരു കാര്യം മറന്നു കൂട്ടുകാരെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞില്ല, ഇപ്രാവശ്യവും പറഞ്ഞില്ല. അതിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ശ്രീകൃഷ്ണ വേൾഡ് എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക,
കമൻറ്റ് ചെയ്യുക കേട്ടോ, മറക്കരുതേ. താങ്ക് യു.